Praise the Lord. Greetings to you all in the glorious name of our Lord and Savior Jesus Christ, who is coming very soon to receive His glorious church as early as possible. ഇന്ന് രാത്രിയുടെ വേളയിലും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ രണ്ടാഴ്ചയായി I was not able to come on live stream because of some other engagements. രണ്ടാഴ്ചകളായി ലൈവ് സ്ട്രീമിൽ വരുവാൻ സാധിച്ചില്ല. ചില പ്രതിസന്ധികൾ ഉണ്ടായി. അതുകൊണ്ടാണ് ലൈവിൽ വരുവാൻ സാധിക്കാതെ പോയത്. ഇന്ന് രാത്രികാലം നമ്മുടെ ക്ലാസിന്റെ തുടർച്ചയായി ഈ രാത്രികാലം മുമ്പോട്ട് പോകുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ ഭാഗങ്ങളായിരുന്നല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദ ജഡ്ജ്മെന്റ് ഓഫ് ദ ട്രംപറ്റ്സ്, കാഹള ന്യായവിധികൾ, കാഹളങ്ങൾ ഊതുമ്പോൾ ഉണ്ടാകുന്ന ന്യായവിധികൾ, അവയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് രാത്രിയിലും അതിൻ്റെ ഒരു ഭാഗം വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ കൂടെ വായിച്ച് ഇന്ന് രാത്രി ചിന്തിപ്പാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. Let me read from the മലയാളം ബൈബിൾ. പതിനൊന്ന് മുതൽ 13 വരെയുള്ള വാക്യം. ആ നക്ഷത്രത്തിന് കാഞ്ഞരം എന്ന് പേർ. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. വേർഡ്സ് 12 and 13. 4-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ സൂര്യനിൽ 1/3, ചന്ദ്രനിൽ 1/3, നക്ഷത്രങ്ങളിൽ 1/3 ബാധ തട്ടി. അവയിൽ 1/3 ഇരുണ്ടുപോയി. രാവും പകലും 1/3 വെളിച്ചം ഇല്ലാതെയായി. അടുത്തത് വേർഡ്സ് 13, ദ ലാസ്റ്റ് വേർഡ്സ് ഓഫ് ചാപ്റ്റർ 8. അനന്തരം ഒരു കഴുക്. ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം കഷ്ടമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. 1-ാമത്തെ ദൂതൻ തന്റെ കാഹളം ഊതിയപ്പോൾ രക്തം കലർന്ന കൽമഴ ഭൂമിയിൽ ചൊരിഞ്ഞു. ഭൂമിയിൽ 1/3 വെന്തുപോയി. 2-ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ തീ കത്തുന്ന ഒരു വൻമല സമുദ്രത്തിന്റെ മേൽ എറിഞ്ഞു. 1-ാമത്തെ ദൂതന്റെ കാഹളനാദത്തിങ്കിൽ ഭൂമിയിൽ മേൽ ദൈവിക ന്യായവിധി ചൊരിയപ്പെട്ടു. 2-ാമത്തെ ദൂതന്റെ കാഹളനാദത്തിങ്കിൽ സമുദ്രത്തിന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധി ചൊരിയപ്പെട്ടു. 3-ാമത്തെ കാഹളനാദത്തിങ്കിൽ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തിൽ നിന്ന് വീണു. ആരംഭത്തിൽ ഭൂമിയിലെ മേൽ ദൈവിക ന്യായവിധി ചൊരിയപ്പെടുന്നു. 2-ാമത്തേതിൽ സമുദ്രത്തിന് മേൽ ദൈവിക ന്യായവിധി ചൊരിയപ്പെടുന്നു. 3-ാമത്തേതിൽ ആകാശത്തിൽ ദൈവിക ന്യായവിധി ചൊരിയപ്പെടുന്നു. 4-ാമത്തേത് സൂര്യനിലും
ചന്ദ്രനിലും ദൈവിക ന്യായവിധി ചൊരിയപ്പെടും. അപ്പോ ഒന്നാമത്തെ ദൂതന്റെ കാഹളം ഊതിയപ്പോൾ ഒന്നാമത്തെ കാഹളധ്വനിയുടെ ന്യായവിധി ഭൂമിയുടെ മേൽ ചൊരിയപ്പെട്ടു. വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. രണ്ടാമത്തേത് തീ കത്തുന്ന വൻമന പോലെ സമുദ്രത്തിൽ എറിഞ്ഞു. അഥവാ രണ്ടാമത്തെ ദൂതന്റെ കാഹളത്തിലെ ന്യായവിധി സമുദ്രത്തിന് മേൽ ആയിരുന്നു. അപ്പോൾ സമുദ്രത്തിൽ പ്രാണനുള്ള സകല സൃഷ്ടികളിലും 1/3 1/3 ഓഫ് ദി creatures that were living in the sea, they were affected. The thirdൽ സംഭവിച്ചത് ആകാശത്തിൽ മേൽ വീണു, ആകാശത്തിൽ നിന്ന് വീണു, നദികളിൽ മേൽ 1/3 മേലും നീരുറവുകളിൽ 1/3 മേലുമാണ് മൂന്നാമത്തെ ന്യായവിധി ഉണ്ടാകും. ഒന്നാമത്തെ ന്യായവിധി ഭൂമിയിൽ ചൊരിയപ്പെട്ടു, ജീവനുള്ള ജന്തുജാലങ്ങളിൽ സകല വൃക്ഷലതാദികളിലും 1/3 നശിച്ചുപോയി. രണ്ടാമത്തേത് കടലിന്മേൽ ചൊരിയപ്പെടുന്നു, അവയിൽ കടലിൽ ജീവിച്ചിരുന്ന 1/3 ജീവജാലങ്ങൾ ചത്തുപോയി. മൂന്നാമത്തേത് നദികളിന്മേലും നീരുറവുകളിൽ മേലുമാണ് എഫക്ട് ചെയ്തത്. മൂന്നാമത്തെ കാഹളം ഊതിയപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തിൽ നിന്ന് വീണു. അത് വീണത് നദികളിൽ മേലാണ്. ആ നക്ഷത്രത്തിന്റെ പേര് കാഞ്ഞിരം എന്നായിരുന്നു. വെള്ളം ഫുൾ കയ്പായി തീർന്നതിനാൽ ഭൂമിയിൽ നദികളിൽ ജീവിച്ചിരുന്ന ആയിരക്കണക്കിന് ജീവജാലങ്ങളും മനുഷ്യന് വെള്ളം കുടിപ്പാൻ കഴിയാത്തത് കൊണ്ട് മാനവജാതി 1/3 നശിച്ചുപോയി. നാലാമത്തെ ദൂതൻ ഊതിയപ്പോൾ സൂര്യനിൽ 1/3 ചന്ദ്രനിൽ 1/3 മേലും ബാധ തട്ടി. എന്ന് പറഞ്ഞാൽ 4 ന്യായവിധികൾ കാഹളങ്ങൾ ഊതിയപ്പോൾ സംഭവിച്ചപ്പോൾ ഭൂമണ്ഡലത്തിൽ മുഴുവനായും ദൈവിക ന്യായവിധി സംഭവിപ്പാനിടയായി. ഇത് നാലാമത്തെ ദൂതൻ ഊതുമ്പോൾ സംഭവിക്കുന്നത് സൂര്യനിൽ 1/3 1/3 ഓഫ് ദി സൺ ആൻഡ് 1/3 ഓഫ് ദി മൂൺ ഹാസ് ബീൻ എഫക്റ്റഡ് ബൈ ദി ഫോർത്ത് ട്രംപറ്റ് ജഡ്ജ്മെന്റ്. നാലാമത്തെ ദൂതൻ തന്റെ കാഹളം ഊതിയപ്പോൾ ആ ന്യായവിധി സംഭവിച്ചത് സൂര്യനിലും ചന്ദ്രനിലും 1/3 മേൽ 1/3 ഓഫ് ദി സൺ ആൻഡ് മൂൺ ഹാസ് ബീൻ എഫക്റ്റഡ്. 1/3 ചന്ദ്രന്റെ മേലും 1/3 സൂര്യന്റെ മേലും ബാധ തട്ടി എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. അവയിൽ 1/3 ഇരുണ്ടുപോയി. 1/3 ഓഫ് ദി സൺ became darkened, or 1/3 of the moon became darkened. എന്ന് പറഞ്ഞാൽ ഈ നാലാമത്തെ ന്യായവിധിയുടെ കാഹളം ഊതപ്പെടുമ്പോൾ ലോകരാജ്യങ്ങളിൽ 1/3 മേൽ ഈ ബാധ തട്ടുകയും ചന്ദ്രനിലും സൂര്യനിലും ബാധകൾ തട്ടുകയും ഈ ബാധ നിമിത്തം ചന്ദ്രൻ 1/3 രക്തനിറമായി എന്ന് നമ്മൾ ഇതിനു മുമ്പ് വായിപ്പാനിടയായിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ബിക്കോസ് ഓഫ് ദി ഗ്രേറ്റ് വാർ which is going to happen in the coming days of the fourth trumpet judgment time, because of that sun, 1/3 of the sun will be affected, will be darkened. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പോൾ
ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടാക്കുവാനുള്ള എല്ലാ പുറപ്പാടുകളും നടന്നുകൊണ്ടിരിക്കുക. ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യ പാകിസ്ഥാനേക്കാൾ അണവായുധങ്ങൾ കൊണ്ട് ശക്തിയുള്ള രാജ്യം. ഇന്ത്യ പാകിസ്ഥാനേക്കാൾ ആർമിയിൽ ശക്തിയുള്ള രാജ്യം. ഇന്ത്യ പാകിസ്ഥാനേക്കാൾ നേവി ഫോഴ്സിലും എയർഫോഴ്സിലും ശക്തിയുള്ള രാജ്യമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിൽ, അഥവാ നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിൽ ഇരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ, intercontinental missiles have been developed in the DRDO of Pune, has been a range of 6,000 kilometer range. 6,000 കിലോമീറ്ററുകൾക്കപ്പുറം റേഞ്ചുള്ള ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്ന ഒരു മിസൈൽ നമ്മുടെ കയ്യിലുണ്ട്. ബ്രഹ്മോസ്, അഗ്നി എന്നൊക്കെ പറയുന്ന വലിയ മിസൈലുകൾ ഇന്ത്യയുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള മിസൈലുകൾ ഇന്റർകോണ്ടിനെന്റലായി അത് തൊടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് അത് തൊടുത്തു കഴിഞ്ഞാൽ അങ്ങേയറ്റത്ത് ഇസ്രയേൽ വരെയുള്ള സ്ഥലം ചെന്ന് അതിന്റെ ഭീകരത താണ്ഡവമാടുവാൻ കഴിയുന്ന അതിശക്തമായ ആയുധശേഖരം നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, because of the great war which is going to happen in the time of the fourth trumpet judgment, നാലാമത്തെ കാഹളനാദം ധ്വനിക്കുമ്പോൾ ഉണ്ടാകുന്ന ന്യായവിധിയുടെ കാരണത്താൽ, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും സംഭവിക്കുന്നതിന്റെ കാരണത്താൽ ആകാശമണ്ഡലത്തിൽ മേഘപടലങ്ങളിൽ പുകയാവികൾ മുമ്പോട്ട് പൊങ്ങുന്നത് കാരണം അനവധി സ്ഥലങ്ങളിൽ ഇരുട്ട് വ്യാപരിക്കുവാനിടയാകും. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ബിക്കോസ് ഓഫ് ദാറ്റ് 1/3 of the moon became darkened. സൂര്യൻ ഇരുണ്ടുപോകും 1/3. ചന്ദ്രൻ 1/3 പ്രകാശം നൽകാതെയാകും. പകലും രാത്രിയും ഇല്ലാതെയാകും. ഞാനൊരു കാര്യം കൂടെ പറയാം. 1992 ഇറാഖ് കുവൈറ്റ് യുദ്ധം നടന്നപ്പോൾ ഇറാഖിന്റെ എണ്ണക്കിണറുകളുടെ മേൽ കുവൈറ്റിന്റെ എണ്ണക്കിണറുകളിൽ, ഇറാഖിലുണ്ടായിരുന്ന എണ്ണക്കിണറുകളിലൊക്കെ ബോംബ് വർഷിക്കുവാനിടയായി. അപ്പോ ഈ ബോംബ് വർഷിച്ചപ്പോൾ എണ്ണക്കിണറുകൾ കത്തിയതിന്റെ കാരണത്താൽ എണ്ണക്കിണറുകളിൽ നിന്ന് പൊങ്ങിയതായ പുകമണ്ഡലം ഏതാണ്ട് 1 വർഷത്തോളം ഇറാഖിന്റെ അതിർത്തിയിലുള്ള സൗദി എന്ന രാജ്യത്തിൽ പോലും എഫക്ട് ചെയ്തതായി നമുക്ക് ചരിത്രരേഖകളിൽ വായിപ്പാൻ കഴിയും. എന്ന് പറഞ്ഞതുപോലെ തന്നെ 1945 സഖ്യകക്ഷികൾ 2ാം ലോകയുദ്ധം ജയിക്കുവാൻ വേണ്ടി 1945 സെപ്റ്റംബർ മാസത്തിന്റെ 3, 5, 2 ദിവസങ്ങളിലായി അമേരിക്കയും ബ്രിട്ടനും ചേർന്നുകൊണ്ടുള്ള സഖ്യകക്ഷികൾ ജപ്പാനെ തോൽപ്പിക്കാനായി ആക്സിസ് ശക്തികളായ ജപ്പാനെ കീഴ്പ്പെടുത്തേണ്ടതിനു വേണ്ടി ജപ്പാനിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിപ്പിച്ചുകൊണ്ടാണ് 1945 2ാം ലോകമഹായുദ്ധം ജയിക്കുവാനിടയായത്. 1945 ഒത്തിരി സാങ്കേതിക ശക്തികൾ വളർന്നു. അന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിലൊന്നും ഇന്ത്യ സ്വതന്ത്രമായിട്ടില്ല, ഇസ്രയേൽ സ്വതന്ത്രമായിട്ടില്ല. പല രാജ്യങ്ങളും ബ്രിട്ടന്റെ കൈക്കീഴിൽ കിടക്കുന്നു. 1945 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അതിനുശേഷമായി ഇന്ത്യ ഗവൺമെന്റ് സ്വരൂപിച്ചു കൂട്ടിവച്ചിരിക്കുന്ന ആയുധ ശേഖരങ്ങൾ തന്നെ ലോകരാജ്യങ്ങളെ ചുട്ടുകരിക്കുവാൻ മതിയായതാണ്. നിങ്ങൾ ചിന്തിക്കാൻ ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ലോക രാജ്യങ്ങളിൽ
നാലാമത്തെ അണുവായുധ ശക്തിയാണ് നാം വസിക്കുന്ന ഇന്ത്യ മഹാരാജ്യം. എന്ന് പറഞ്ഞാൽ അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, ഇന്ത്യ, ഇതാണ് 4 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ. അപ്പോ നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുന്ന മാരകായുധങ്ങൾ നമ്മൾ ഉപയോഗിക്കുവാൻ തുടങ്ങിയാൽ നിങ്ങൾ ചിന്തിക്കുക, ഇത് ചെന്ന് വീഴുന്ന രാജ്യത്തിൽ അതിഭയങ്കരമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. അതാണ് ഈ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നതായ ന്യായവിധികൾ. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ദൂതൻ തന്നെ കാഹളം ഊതിയപ്പോൾ എന്ത് സംഭവിച്ചു? ഒന്നാമത്തെ ദൂതൻ തന്നെ കാഹളം ഊതിയപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിൽ ചൊരിഞ്ഞിട്ട്, രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിലുള്ള സകല വൃക്ഷലതാദികളും 1/3 വെന്തുപോയി. രണ്ടാമത്തേത് സമുദ്രത്തിനു മേൽ ചൊരിയപ്പെട്ടു. മൂന്നാമത്തേത് നദികളിൽ മേലും നീരുറവുകളിലും മേലും ചൊരിക്കപ്പെട്ടു. നാലാമത്തെ ദൂതന്റെ കാഹളം ഊതിയപ്പോൾ ദൈവിക ന്യായവിധികൾ ചൊരിയപ്പെട്ടത് ആകാശമണ്ഡലങ്ങളിലാണ്. ആകാശമണ്ഡലം എന്ന് പറഞ്ഞാൽ ദി അറ്റ്മോസ്ഫിയർ. സൺ ആൻഡ് മൂൺ. 1/3 of the sun became dark and 1/3 of the moon became dark. Because of that, people are not getting enough light. That's why 1/3 of the people in the world has been going to affect on the 4th trumpet judgment. നാലാമത്തെ ദൈവിക ദൂതന്റെ ന്യായവിധി നടത്തപ്പെടുന്ന ദൈവിക കാഹളങ്ങൾ ധ്വനിക്കപ്പെടുമ്പോൾ ഭൂമിയുടെ മേൽ ചൊരിയപ്പെട്ടതുപോലെ അല്ല, സമുദ്രത്തിനു മേലോ നദികളിൽ മേലോ ചൊരിയപ്പെട്ടതുപോലെ അല്ല, സൂര്യന്റെ മേലും ചന്ദ്രന്റെ മേലിലും അതിന്റെ മേൽ എഫക്റ്റ് ഉണ്ടാകുന്നു. ഒന്ന് ചിന്തിക്കുക, നമ്മൾ ഭൂമിയിൽ മനുഷ്യൻ നിലനിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് വെളിച്ചം ലഭിക്കുന്നത്, നമുക്ക് ഓക്സിജൻ ലഭിക്കുന്നത് സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം കൊണ്ടാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, സൂര്യൻ 1/3 ഇരുണ്ടുപോയാൽ എന്ത് സംഭവിക്കും? 1/3 of the earth became dark. ഭൂമിയിൽ 1/3 ഭാഗം അന്ധകാരത്തിലേക്ക് നീങ്ങിപ്പോകും. അപ്പോ ഭൂമിയിൽ 1/3 അന്ധകാരത്തിലേക്ക് നീങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കും? മനുഷ്യന് പ്രകാശം ലഭിക്കാതാകും. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കുറയും. ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ മനുഷ്യൻ പിടഞ്ഞു വീണ് മരിക്കും. ഇവിടെ ഏതാ എഴുതി വച്ചിരിക്കുന്നത്? ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. നാലാമത്തെ ദൂതനൂതി, അപ്പോൾ സൂര്യനിൽ 1/3, ചന്ദ്രനിൽ 1/3, നക്ഷത്രങ്ങളിൽ 1/3 ബാധ തട്ടി. എന്ന് പറഞ്ഞാൽ നാലാമത്തെ ദൂതൻ തന്നെ കാഹളം ഊതിയപ്പോൾ ആകാശത്തിൽ, സൂര്യനിൽ, ചന്ദ്രനിൽ, നക്ഷത്രങ്ങളിൽ എന്ന് പറഞ്ഞാൽ in the atmosphere, total atmosphere has been affecting. മുഴുവൻ അന്തരീക്ഷ മണ്ഡലം മുഴുവൻ എഫക്ട് ചെയ്യപ്പെടും. ഇവിടെ എഴുതിയിരിക്കുന്നു, അവയിൽ 1/3 ഇരുണ്ടുപോയി. രാവും പകലും 1/3 വെളിച്ചമില്ലാതെയായി. അത് ചിന്തിക്കണേ. God created sun and moon for giving light to the world. ദൈവം ആകാശത്തിൽ സൂര്യനെയും ചന്ദ്രനെയും നിർമ്മിച്ചത്, സ്ഥാപിച്ചത് മനുഷ്യന് കാലങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയാ. സൂര്യനും ചന്ദ്രനും ഇല്ലെങ്കിൽ ദിവസം ഉണ്ടാകത്തില്ല, വർഷം ഉണ്ടാകുകയില്ല, ഭൂമിയിൽ പ്രകാശമുണ്ടാകത്തില്ല,
ഭൂമിയിൽ പ്രകാശമില്ലെങ്കിൽ അന്ധകാരത്തിൽ കിടന്ന് മാനവജാതി തപ്പിത്തടയും. അങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കും? ലക്ഷക്കണക്കിന് ജനം പിടഞ്ഞു വീണ് മരിക്കും. അങ്ങനെയാകുമ്പോ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. 1/3 of the moon, 1/3 of the sun and 1/3 of the stars will be affected. 1/3 സൂര്യനിലും 1/3 ചന്ദ്രനിലും 1/3 നക്ഷത്രങ്ങളിലും ഇതിന്റെ ക്ഷതം സംഭവിക്കും. ഏതിന്റെ? 4ാമത്തെ ദൂതൻ തന്റെ കാഹളം ഊതുമ്പോൾ ഉണ്ടാകുന്ന ന്യായവിധിയിൽ. അങ്ങനെ സംഭവിച്ചാൽ എന്തു പറ്റും? സൂര്യനിൽ 1/3, നക്ഷത്രങ്ങളിൽ 1/3, ഇവയിൽ 1/3 ഇരുണ്ടുപോകും. മുഴുവൻ പ്രകാശമില്ലാതെയാകും. ഇതിന്റെ ഒരു ലക്ഷണം ആണ് ഞാൻ പറയുന്നത്. ഇറ്റ് ഈസ് എ ഡിക്ലറേഷൻ ഓഫ് കോസ്മിക് വാർ. ആഗോള യുദ്ധത്തിന്റെ ഡിക്ലറേഷൻ ആണിത്. ആഗോള യുദ്ധത്തിന്റെ ഡിക്ലറേഷൻ ആണ് ഇത്. An Air Force, Navy, Army, the declaration of a cosmic war. ആഗോളപരമായി ഉള്ള